पूर्णमतः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। ॐ सर्वेऽपि सुखिनः सन्तु, सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखमाप्नुयात्। ॐ शान्ति शान्ति शान्तिः। लोकाः समस्ताः सुखिनो भवन्तु। लोकाः समस्ताः सुखिनो भवन्तु। लोकाः समस्ताः सुखिनो भवन्तु। ॐ सहना भवतु, सहनो भुनक्तु, सह वीर्यं करवावहै, तेजस्विनामधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയും ചെയ്തത് 13-ാമത്തെ അധ്യായത്തിലെ ക്ഷേത്രം, ഫീൽഡ് എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ആൾ എന്താണ്, ഈ രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസിയേഷൻ ആണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്ഷേത്രം ശരീരങ്ങള്, ഇതം ശരീരം, ഈ ശരീരത്തിന് തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ശരീരം കാരണ ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരമുണ്ട്, 3 ശരീരങ്ങളുണ്ട്. ഇതാണ് ക്ഷേത്രം. ആൻഡ് ഈ ക്ഷേത്രത്തെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. അപ്പൊ അത് പറയാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ, ഫീൽഡിന്റെ എന്താണ് അതിന്റെ മോഡിഫിക്കേഷൻസ്, എന്താണ് അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ പറയാൻ വേണ്ടി 24 ഗുണങ്ങൾ പറഞ്ഞു. മഹാഭൂതാന്യ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് 24 ആട്രിബ്യൂട്ട്സ് നമ്മൾ 2-ാമത്തെ അധ്യായത്തില് പറഞ്ഞ, സാഖ്യയോഗത്തിൽ പറഞ്ഞ പ്രകൃതിയുടെ 24 ക്വാളിറ്റീസും. അപ്പൊ അതാണ് ക്ഷേത്രം, അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മോഡിഫിക്കേഷൻസ്, അതിൽ വരുന്ന ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഇഫക്ട്സ്, ഇച്ഛ, ദ്വേഷ, സുഖ, ദുഃഖം, ഇതൊക്കെ ക്ഷേത്രത്തിൽ പെട്ടതാണ്. പിന്നെ ക്ഷേത്രജ്ഞൻ എന്താന്ന് പറയാൻ വേണ്ടി ഭഗവാൻ ക്ഷേത്രജ്ഞൻ എന്താന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുകയല്ല ചെയ്യുന്നത്, ഇത് അറിയുന്നതാണ്. കാരണം നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്യം സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളുടെയും എല്ലാ ഫീൽഡിന്റെയും ക്ഷേത്രജ്ഞൻ, നോവർ, അറിയുന്ന ആള് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ പറയുന്നത് ക്ഷേത്രജ്ഞൻ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ആ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ട ക്വാളിറ്റീസ് ആണ്. എന്തെന്ത് ഗുണങ്ങളാണോ, എന്തെന്ത് ആട്രിബ്യൂട്ട്സ് ആണോ നമുക്ക് ക്ഷേത്രജ്ഞൻ, ഇത് അറിയുന്ന ഒരാള് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ആവശ്യമുള്ളത്, ആ ക്വാളിറ്റീസിനെയാണ് അതിനെ അങ്ങനെ 20 ക്വാളിറ്റീസ് ആണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ അതിന്റെ ഇടയിലാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പൊ അതൊന്ന് ക്വിക്ക് ആയിട്ടൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് പോവാം, സോ ദാറ്റ് കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പം ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതിൽ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? അമാനിത്വം, അദംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം. ഇതാണ് ആദ്യത്തെ. അമാനിത്വം, ഞാനാണ് എന്നുള്ള അല്ലെങ്കിൽ എന്നിലുള്ള അഭിമാനം ഇല്ലാതിരിക്കുക, ഹ്യൂമിലിറ്റി ഉണ്ടാവുക, വിനയം ഉണ്ടാവുക. അദംബിത്വം, ദമ്പ്, അതും സം കൈൻഡ് ഓഫ് ഒരു അറഗൻസ് പോലെ, ഒരു അങ്ങനെ മോഡസ്റ്റി ഉണ്ടാവുക. അപ്പൊ അമാനിത്വം, അദംബിത്വം, അഹിംസ, നോൺ ഇഞ്ചുറി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും ഹിംസിക്കാതിരിക്കുക, അഹിംസ. ക്ഷാന്തി, പേഷ്യൻസ് ആണ്, ക്ഷമ. ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. ആചാര്യോപാസനം, ആചാര്യനെ ഉപാസിക്കുക അല്ലെങ്കിൽ ആചാര്യനെ സേവിക്കുക. പ്രകൃതിയിലെ എല്ലാത്തിനെയും ആചാര്യനായി കണ്ട് എല്ലാത്തിനോടും സമഭാവന ഉണ്ടാവുക, എല്ലാത്തിനെയും സ്നേഹിക്കാനും സെർവ് ചെയ്യാനും സേവിക്കാനും പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആചാര്യോപാസനം. ശൗചം, പ്യൂരിറ്റി, മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്യൂരിറ്റി, ശുദ്ധി ഉണ്ടാവുക, ആന്തരിക ശുദ്ധി ഉണ്ടാവുക, ബാഹ്യശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് പ്യൂരിറ്റി. ശൗച്യം, ആത്മവിനിഗ്രഹം, സെൽഫ് കൺട്രോൾ.
ഇതില് അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, 9 ക്വാളിറ്റീസ് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. ഇതാണ് നമുക്ക് ക്ഷേത്രജ്ഞൻ എന്നുള്ള നിലവാരത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വേണ്ട 20 എസെൻഷ്യൽ ക്വാളിറ്റീസിൽ 9. പിന്നെ പറഞ്ഞു ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാര ഏവച, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം എന്ന് പറയുമ്പോൾ അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. അത് ചെയ്യേണ്ട, അത് വേണ്ട എന്നല്ല, അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. നല്ല ആഹാരം വേണം, പക്ഷേ ഏത് ആഹാരം കിട്ടിയാലും കഴിക്കാം, വിരോധമില്ല എന്നുള്ള അവസ്ഥ. ഇന്ന ഒരു ആഹാരം കിട്ടിയാലേ ഞാൻ കഴിക്കൂ എന്നുള്ളത് ഇല്ലാതിരിക്കുക, വൈരാഗ്യം, അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക ഇന്ദ്രിയ സുഖത്തിനോട്. അനഹങ്കാരം, അഹങ്കാരം ഇല്ലാതിരിക്കുക, ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ്, ഇത് മുഴുവൻ എന്റെയാണ് എന്നുള്ള ഭാവം ഇല്ലാതിരിക്കുക. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ജന്മം, മൃത്യു, ജരാവ്യാധി, ദുഃഖം. ജനിക്കുക, മരിക്കുക, വയസ്സാവുക, അസുഖം വരിക, ദുഃഖം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദോഷം കാണുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊക്കെയാണ് ജന്മ മൃത്യു ജരാവ്യാധികളൊക്കെ ദോഷമാണ്, ഇതൊക്കെ ദുഃഖം ഉണ്ടാക്കി തരുന്നതാണ് എന്നുള്ളൊരു അറിവ് കൊണ്ട് മോട്ടിവേറ്റഡ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെർസെപ്ഷൻ ഓഫ് പെയിൻ, റൈറ്റ്? ദുഃഖം കാണുക എന്തില്, അല്ലെങ്കിൽ ദോഷം കാണുക എന്തില്, ജന്മ മൃത്യു ജരാവ്യാധി, ഇതിലൊക്കെ ദുഃഖമാണ് എന്നുള്ള അറിവ് ഉണ്ടാവുക. ആ അറിവ് ഉണ്ടായി കഴിയുമ്പോൾ യു വാണ്ട് ടു ട്രാൻസെൻഡ് ഇറ്റ്. ഈ പെർമനന്റ് അല്ലാത്തതിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കുറയും എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇത് പറയുന്നത്. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. പിന്നെ നമ്മൾ ഒരു ശ്ലോകം കൂടെ ചെയ്തു. അസക്തിരനഭിഷംഗ പുത്രധാര ഗൃഹാദിഷു. പുത്രധാര ഗൃഹത്തിൽ അസക്തി, പുത്രൻ മക്കള്, ധാരം ഭാര്യയോ ഭർത്താവോ, ഗൃഹം വീട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അസക്തി ഇല്ല. സക്തൻ അറ്റാച്ച്ഡ് ആവുക, അസക്തൻ സക്തമില്ലാത്തത്, അറ്റാച്ച്മെന്റ് ഇല്ലാത്തത്. സോ പുത്രൻ, വീട്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ളതിലൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. അനഭിഷംഗ, ഈ 3 കാര്യങ്ങളിൽ നിന്നും കിട്ടുന്ന സുഖം എന്റെ സുഖമാണ് എന്നുള്ള ധാരണയും ഇല്ലാതിരിക്കുക. ഈ 3 സാധനങ്ങളിൽ നിന്നും കിട്ടുന്ന, 3 എന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്തേ ഉള്ളൂ. എവറിത്തിങ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് എന്ന് നമ്മൾ ജനറൽ ആയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളൊന്നും പെർമനന്റ് അല്ല എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുക. അതാണ് അസക്തിർ അനഭിഷംഗ പുത്രധാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം. നിത്യം, എല്ലാ സമയത്തും സമചിത്തനായിരിക്കുക, ഇക്വാനിമസ് ആയിരിക്കുക. ഇഷ്ട അനിഷ്ടോപപത്തിഷു, ഇഷ്ടവും അനിഷ്ടവും ഒരേപോലെ കണക്കാക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ ഇതൊക്കെ പറയാൻ, നമ്മൾ ഇന്നലെ സംസാരിച്ചതിനെ കുറിച്ച് പറയാൻ എളുപ്പമാണെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് അനുഭവത്തിൽ കൊണ്ടുവന്ന് ഇത് സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ ഇതിനെ ഉറപ്പിച്ച് ഇതുപോലെ പെരുമാറുക എന്നുള്ളത് ഒരു സമചിത്തതയൊക്കെ ഉള്ള സ്ഥിരബുദ്ധിയുള്ള ഒരാൾക്കേ പറ്റൂ. അതിലേക്ക് വരണം. ഇപ്പൊ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്, ഈ അറിവ് എന്ന് പറയുന്നതിലേക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ കുറെ ഇതിഹാസങ്ങളും കുറെ ഉപനിഷത്തുകളും കുറെ ശാസ്ത്രങ്ങളും പഠിച്ചത് കൊണ്ട്, അതിനെ ഇന്റലക്ച്വൽ ആയിട്ട് അറിഞ്ഞത് കൊണ്ട് യു ആർ നോട്ട് എ ജ്ഞാനി. ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുന്നത് ഓൺലി വെൻ ഈ ക്വാളിറ്റീസ് ഓൾസോ ഗെറ്റ്സ് ഇംപൈബ്ഡ് ഇൻ യു. അപ്പൊ ഇത് എപ്പോഴും ഭഗവത്ഗീത മാനുവൽ ഫോർ ലൈഫ് ആണെന്ന് പറയില്ലേ, ഇതാണ് മാനുവൽ ഫോർ ലൈഫ്. ടെൽസ് യു നോട്ട് ജസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ ബട്ട് ദ പാത്ത് ഓൾസോ. എന്തുകൊണ്ടാണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ദിസ് അച്ചീവബിൾ, ദിസ് അറ്റൈനബിൾ എന്നുള്ള ഇതില്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത 2 ശ്ലോകത്തിലും കൂടെ ഇതിന്റെ തോട്ട് പ്രോസസ് കഴിയാണ്. മൈ ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശ സേവിത്വം
അരതിർജന സംസതി മയി ചാൻ അനന്യയോഗേന. റൈറ്റ്? അനന്യയോഗേന, എന്നെ മറ്റൊന്നായി കാണാതിരിക്കുക. അനന്യമായിട്ട്, അന്യമായിട്ടല്ലാതെ അനന്യമായിട്ട് എന്നെ കാണുക. അതിൽ ആൻഡ് ദെൻ ഭക്തിരവ്യഭിചാരിണി, ഭക്തി ഉണ്ടാവുക. എങ്ങനെയുള്ള ഭക്തി? അവ്യഭിചാരിണി, വ്യഭിചാരം അല്ലാത്ത ഭക്തി. അതായത് എന്തെങ്കിലും ചെറിയ ഒരു ഗുണത്തിന് വേണ്ടി എൻ്റെ ക്വാളിറ്റീസും എൻ്റെ സംസ്കാരങ്ങളും എൻ്റെ ചിന്താധാരകളും വിൽക്കാൻ ഉള്ള മനസ്സില്ലാതിരിക്കുക. ചെറിയ ഗുണത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും നമ്മുടെ ബേസിക് കോറിനെ വിൽക്കാതിരിക്കുക. അപ്പൊ അവ്യഭിചാര ഭക്തി എന്ന് പറയുമ്പോൾ ഭക്തി എന്നുള്ള, സറണ്ടർ എന്നുള്ള, ഈശ്വരനോടുള്ള അഗൈതവമായ സ്നേഹം എന്നുള്ള വികാരം മറ്റൊന്നിനു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി ഈശ്വരനിലുള്ള സറണ്ടറും ഈശ്വരനിലുള്ള അർപ്പണ മനോഭാവവും ഈശ്വരനോടുള്ള സ്നേഹവും നമ്മൾ മറക്കാതിരിക്കുക. അപ്പൊ ഈശ്വരനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം വന്നു. സഹാനുഭൂതി വന്നു, സഹജീവികളോടുള്ള സ്നേഹം വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്വാളിറ്റീസ് ഒക്കെ വന്നു. നമ്മൾ ചെറിയ ലാഭത്തിന് വേണ്ടി ഇതൊന്നും വിടാതിരിക്കുക. എന്നുവെച്ചാൽ ചെറിയ, ഇപ്പൊ നേരത്തെ പറഞ്ഞു അനഹങ്കാരം, ഫോർ എക്സാമ്പിൾ ഈഗോ. ചെറിയ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ഞാനാണ് ഇത് വലിയ ആള് എന്ന് കാണിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അഭിമാനം, അതമ്പിത്വം, ഇതൊക്കെ നമ്മുടെ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മുടെ കോറിനെ, നമ്മുടെ കോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് കോർ വേർ യു ഹാവ് അൺലിമിറ്റഡ് അൺഎൻഡിങ് ലവ് ടു ദി അൾട്ടിമേറ്റ്. അതിനെ വിൽക്കാതിരിക്കുക, അതിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതാണ് അവ്യഭിചാരിണ ഭക്തി. അപ്പൊ ഭക്തിയില് കളങ്കമില്ലാതിരിക്കുക, ഭക്തിയില് കോംപ്രമൈസ് ഇല്ലാതിരിക്കുക. ഭക്തി, ഡിവോഷൻ, നമ്മൾ 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, 12ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഭക്തന്റെ ലക്ഷണം പറഞ്ഞു. കുറേയൊക്കെ ലക്ഷണങ്ങൾ ഇത് തന്നെയാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാതിരിക്കുക, അതാണ് ഭക്തിരവ്യഭിചാരിണി. വിവിക്തദേശ സേവിത്വം അരതിർജന സംസതി. വിവിക്തദേശം ഏകാന്തവാസം. ഏകാന്തം എന്ന് പറയുമ്പോൾ കാട്ടിൽ പോയിട്ടോ മലകളുടെ ഉള്ളിൽ പോയിട്ടോ ഇരിക്കുക എന്നല്ല, അവനവന്റെ ഉള്ളിലേക്ക് അവനവനെ വലിക്കാനുള്ള കഴിവുണ്ടാവുക. അപ്പൊ ഏകാന്തവാസം എന്ന് പറയുമ്പോൾ ലിറ്ററലായിട്ട് ആരും ഇല്ലാത്തവിടെ പോയി താമസിക്കണം, അതെങ്ങനെ എനിക്ക് പറ്റുക? ഞാൻ ഈ സിറ്റിയിലും ടൗണിലും ഒക്കെ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ആരും ഇല്ലാത്തവിടെ പോയി ജീവിക്കുക? ലിറ്ററലായിട്ട് അങ്ങനെ വിചാരിക്കണ്ട. ഏകാന്തവാസം, വിവിക്തദേശം എന്ന് പറയുമ്പം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവനവനിലേക്ക് തന്നെ ഉള്ളിലേക്ക് നോക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിവുണ്ടാവുക. എന്നിലേക്ക് തന്നെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാവാൻ വേണ്ടി പുറമേൽ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസിനെ അടച്ചു വെക്കാനുള്ള ശക്തി ഉണ്ടാവുക. അപ്പം ഏകാന്തവാസം എന്ന് പറയുമ്പോൾ വിഡ്രോയിങ് വൺ സെൽഫ് ഇൻ ടു വൺ സെൽഫ്, ലുക്കിംഗ് ആഫ്റ്റർ യുവർ ഓൺ ടൈം, ലുക്കിംഗ് ആഫ്റ്റർ യുവർ ഓൺ സെൽഫ് എന്നുള്ള അർത്ഥത്തിൽ. വിവിക്തദേശ സേവിത്വം അരതിർജന സംസതി. ജനബഹളത്തില്, ജനസംസതിയില് അരതി, വലിയ പ്രീതിയൊന്നുമില്ല. വലിയ പാർട്ടികളിൽ പോയി കുറെ ആൾക്കാരെ കാണണം, എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ബഹളങ്ങള്, അതിലൊന്നും വലിയ താല്പര്യം ഇല്ലാതിരിക്കുക. ഡസന്റ് മീൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല, അതിലൊന്നും നമ്മൾ പങ്കെടുക്കില്ല, അതൊന്നും ചെയ്യില്ല എന്നല്ല, അതിലൊന്നും വലിയ താല്പര്യമില്ല. അതൊക്കെ ആർ പാർട്ട് ഓഫ് ദിസ് പ്രോസസ്. പക്ഷെ അത് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക്, എന്നിലേക്ക് തന്നെ തിരിഞ്ഞ് എന്നിലേക്ക് തന്നെ നോക്കാനുള്ള സമയവും സൗകര്യവും ഉണ്ടാക്കിയെടുക്കുക. അരതിർജന സംസതി. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യദദോന്യഥാ. അധ്യാത്മജ്ഞാന നിത്യത്വം, നിത്യം എന്നും അധ്യാത്മജ്ഞാന നിത്യത്വം. അധ്യാത്മജ്ഞാനത്തില്, ആധ്യാത്മികമായ ആത്മീയമായ ജ്ഞാനത്തില് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള, ഈ അറിവുകൾ കിട്ടാനുള്ള, അധ്യാത്മജ്ഞാനത്തിലേക്ക് ഈ അറിവുകൾ കിട്ടാനുള്ളത് നിത്യമായിട്ട്, അധ്യാത്മജ്ഞാന നിത്യത്വം, നിത്യം ഈ ജ്ഞാനത്തില് വേണം എന്നുള്ള മനസ്സുണ്ടാകുക. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം. ഇതാണ് വളരെ പ്രധാനമാണ്.
എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ദർശനം, എന്നുള്ള വിഷനും കൂടെ ഉണ്ടാവുക. അല്ലാതെ വെറുതെ ആരൊക്കെയോ ചെയ്യുന്നു ഞാനും കൂടെ പോയി ചെയ്യുന്നു, ആരൊക്കെയോ പോയിട്ടൊരു ക്ലാസ്സിന് പോകണു എന്ന് പറഞ്ഞു ഞാനും അങ്ങനെയല്ലാതെ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ഒരു ദർശനം, ഒരു വിഷൻ ഉണ്ടാവുക വളരെ പ്രധാനമാണ്. കാരണം എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നറിയില്ലെങ്കിൽ പിന്നെ എനിക്കത് ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറവായിരിക്കും. എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് അറിയില്ലെങ്കിൽ അതിലുള്ള എൻ്റെ ഇൻവോൾവ്മെന്റ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു എന്ന് വരില്ല, തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ ഓൺലി സ്റ്റാർട്ട് ചെയ്യായിരിക്കും എന്താണെന്ന് മുഴുവനായിട്ട് അറിഞ്ഞു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഹോൾ പിക്ചർ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ആ ഒരു അറിവ് എന്താണ് എന്നുള്ള അറിവ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇതിനാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. ഇപ്പൊ മെഡിറ്റേഷൻ കൊണ്ട് എന്തിനാണ് മെഡിറ്റേഷൻ, പോയി മെഡിറ്റേറ്റ് ചെയ്യൂ, പോയി കണ്ണടച്ചിരുന്ന് ധ്യാനിക്കൂ എന്നൊരാളോട് പറഞ്ഞാല് അയാൾ അത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ തോട്ട്സ് ഒന്നും വരാതെ ഇരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ അയാളെ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതാണ് പറയുന്നത് അധ്യാത്മജ്ഞാന നിത്യത്വം. എന്നും അധ്യാത്മജ്ഞാനം, ഈ അറിവിനെ പ്രാപിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വെക്കുക. തത്വജ്ഞാനാർത്ഥ ദർശനം, അൾട്ടിമേറ്റ് ഈ തത്വം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് എന്ന് ഉള്ള അറിവ്, ഇതിന്റെ പരമമായ ഫലം, തത്വജ്ഞാനാർത്ഥ ദർശനം, ഇതിന്റെ പരമമായ ലക്ഷ്യം ബേസിക്കലി ജീവൻ മുക്തി, മോക്ഷം എന്ന് പല വിധത്തിൽ നമുക്ക് വിളിച്ച് പറയാം, എങ്ങനെ വേണമെങ്കിൽ പല വിധത്തിൽ വിളിക്കാം. അപ്പൊ അത് എന്താണ്, പരമമായ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു വിഷൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ, എന്ത് കാര്യം ചെയ്യുമ്പോഴും യു ഹാവ് ടു ഹാവ് എ വിഷൻ ഓൺ വൈ യു ആർ ഡൂയിങ് ഇറ്റ്, റൈറ്റ്? വിഷൻ ഉണ്ടെങ്കിലേ മിഷൻ നന്നാവുള്ളൂ. ഇഫ് യുവർ വിഷൻ ഇസ് ഗുഡ്, ദി ആക്ഷൻസ് വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ഗുഡ്. പക്ഷെ വിഷൻ ഇല്ലെങ്കിൽ ദി ആക്ഷൻസ് വിൽ ബി ഡിസിപ്പേറ്റഡ്, ആക്ഷൻസ് വിൽ ബി റാൻഡം. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ബോധം. അപ്പൊ നമുക്ക് നമ്മളെക്കുറിച്ച് സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. കാരണം 1-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായം തൊട്ട് ഇത്രയും കാലം നമ്മൾ പറഞ്ഞു വന്നത് എന്തിനാണിത് എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ തത്വജ്ഞാനാർത്ഥ ദർശനം നമുക്ക് ഒരു ജനറൽ ഐഡിയ, ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ. അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥ ദർശനം, ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതദോന്യത. ഭഗവാനോട് വളരെ പവർഫുൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഏതജ്ഞാനമിതി പ്രോക്തം, ഇതിനെ ജ്ഞാനം എന്ന് പറയപ്പെടുന്നു. ഈ 20 സാധനങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം കഴിഞ്ഞിട്ട്. ഈ 20 സാധനങ്ങൾ ഞാൻ പറഞ്ഞതിനെ ജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, അർജുനൻ ചോദിച്ചത് ക്ഷേത്രം എന്താണ്, തുടക്കത്തിൽ പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ്. ഈ 3 കാര്യങ്ങളായിരുന്നു അർജുനന്റെ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ ആദ്യത്തെ ചോദ്യത്തിൽ. ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു 24 തത്വങ്ങളിലൂടെ. ക്ഷേത്രജ്ഞൻ എന്താണെന്ന് പറഞ്ഞു, ഈ ക്ഷേത്രത്തെ മുഴുവൻ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ, ഞാൻ തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളെയും ക്ഷേത്രജ്ഞൻ. ആ ക്ഷേത്രജ്ഞൻ ആരാണെന്ന് അറിയണമെങ്കിലുള്ള ക്വാളിറ്റീസ് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പൊ പറയുന്നു ഈ ക്വാളിറ്റീസ്, 20 ക്വാളിറ്റീസും പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ഏതജ്ഞാനമിതി പ്രോക്തം, ഈ ക്വാളിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ജ്ഞാനം, റൈറ്റ്? ഈ ക്വാളിറ്റീസ് ഉണ്ടാവുക തന്നെയാണ് ജ്ഞാനം എന്ന് പറയുമ്പം നമുക്ക് വളരെ സില്ലി ആയിട്ടൊരു എക്സാമ്പിൾ ആണെങ്കിൽ, നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നിൽക്കുമ്പം ബസ്സിലെ ആൾക്കാരെ കയറ്റാൻ വിളിച്ചിരിക്കുന്ന ആള് പാലക്കാട് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും ബസ് സ്റ്റാൻഡിൽ, കറക്റ്റ്? പക്ഷെ അത് പാലക്കാടാണോ? അയാൾ പാലക്കാട് പറയുന്നത് പാലക്കാട് അല്ലല്ലോ, അത് പാലക്കാടിലേക്ക് പോകുന്ന ബസ്സല്ലേ. പക്ഷെ എന്താ ഉദ്ദേശിച്ച്, ആ ബസ്സിൽ കയറിയ പാലക്കാട് എത്തുമെന്നല്ലേ, റൈറ്റ്? സോ അയാൾ പറയുമ്പോൾ പാലക്കാട് എന്ന് പറയുന്നത്, അയ്യോ നമുക്ക് ചോദിക്കാം തിയറിറ്റിക്കലായിട്ട്, ഇത് പാലക്കാട് അല്ലല്ലോ, തൃശ്ശൂരല്ലേ നിൽക്കണേ, ഇതിനെങ്ങനെയാ പാലക്കാട്? പക്ഷെ ഈ ബസ് പാലക്കാട് പോകും എന്നല്ലേ അയാൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇതാണോ ജ്ഞാനം എന്ന് ചോദിക്കാം, അതായത് ഈ പറഞ്ഞത് ക്വാളിറ്റീസ് അല്ലേ, ഇതെങ്ങനെയാ ജ്ഞാനം ആവുക എന്ന് ചോദിക്കാം. പക്ഷെ ഇതന്നെയാണ് കാര്യം, ഈ ബസ്സിൽ കയറിയാൽ ജ്ഞാനം കിട്ടും. ഈ 20 ക്വാളിറ്റീസ് ഉള്ള സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം ഈസ് ഓട്ടോമാറ്റിക്.
അതാണ് ഭഗവാൻ പറയുന്നത് ഏതജ്ഞാനമിതി പ്രോക്തം. ഈ പറഞ്ഞ അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ഇതൊക്കെ തന്നെയാണ് ജ്ഞാനം. ഏതജ്ഞാനമിതി പ്രോക്തം, ഈ പറയപ്പെട്ടത് തന്നെയാണ് ജ്ഞാനം. ഈവൻ ദോ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ജ്ഞാനം എന്ന് നിനക്ക് തോന്നില്ലെങ്കിലും ഈ ക്വാളിറ്റീസ് വന്നാൽ പിന്നെ അജിരേണാജിഗച്ഛതി, നീ അവിടെ എത്തും. യു വിൽ ഗെറ്റ് ദെയർ. ഈ ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ദ പ്രോസസ് ഇസ് ദ ഹാർഡസ്റ്റ്. ഈ ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റി, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥ ദർശനം, ഏതജ്ഞാനം ഇതി പ്രോക്തം, അജ്ഞാനം യഥതോന്യത. അത് മാത്രമല്ല പറഞ്ഞത്, ഇതിൽ നിന്ന് അന്യമായിട്ടുള്ളത് എന്തോ, യഥതോ അന്യഥ, ഇതിൽ നിന്ന് അന്യമായിട്ടുള്ളത് എന്തോ ഒക്കെ അജ്ഞാനമാണ്. അത്രയും കൂടെ പറഞ്ഞു വെച്ചു. ഇത് മാത്രമാണ് ജ്ഞാനം എന്ന് പറഞ്ഞു നിർത്തിയില്ല, എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇതല്ലാത്തതൊക്കെ അജ്ഞാനമാണ്. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് 20 എണ്ണം നോക്കിയാൽ ഹി ഹാസ് കവേർഡ് എവ്രിതിങ്. ഇതിൽ കവർ ചെയ്യാത്ത ഒന്നുമില്ല ഇൻ ടേംസ് ഓഫ് ആർ എൻറ്റയർ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം. അപ്പൊ 9 എണ്ണം ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വന്നു. പിന്നെ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം 10, അനഹങ്കാരം 11, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം 12. ആദ്യത്തെ 2 ശ്ലോകത്തിലും കൂടെ 12 എണ്ണമായി. അസക്തിരനഭിഷ്വംഗ പുത്രധാര ഗൃഹാദിഷു, പുത്രധാര ഗൃഹാദിഷു അസക്തി 13, അനഭിഷ്വംഗ 14, നിത്യം ച സമചിത്തത്വ ഇഷ്ടാനിഷ്ടോപപത്തിഷു 15, 16, ഭക്തിരവ്യഭിചാരിണി, വിവിക്തദേശ സേവിത്വം, അരതിർജന സംസതി, അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥ ദർശനം. അങ്ങനെ 20 ക്വാളിറ്റീസ് ആണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. ഈ 20 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഇതാണ് ആരെങ്കിലും പല കോഴ്സുകളിൽ അല്ലെങ്കിൽ പല ലെക്ചറുകളുടെ 20 ക്വാളിറ്റീസ് ഫ്രം ഭഗവത്ഗീത അല്ലെങ്കിൽ 20 വാല്യൂസ് ഫ്രം ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനമായിട്ട് ആൾക്കാർ പറയുന്ന, അതുകൊണ്ടാണ് ഈ 13ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 20 വാല്യൂസ് ഫോർ ലൈഫ് ഫ്രം ഭഗവത്ഗീത എന്ന് ഏറ്റവും കണ്ടൻസ് ചെയ്ത് ഒന്നും മിസ് ചെയ്യാതെ പറയാൻ പറ്റുന്ന 20 വാല്യൂ ആണ്. ആൾക്കാർക്ക് കാരണം ക്വാണ്ടിഫൈ ചെയ്യാൻ, നമ്മളൊക്കെ ഈ ഒരു മാത്തമാറ്റിക്കൽ വേൾഡിൽ ജീവിക്കുന്ന കാരണം നമുക്ക് എല്ലാം ക്വാണ്ടിഫൈ ചെയ്ത് പറയണ്ടേ, റൈറ്റ്? അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് താല്പര്യം, എല്ലാ നമ്പർ വേണ്ടേ നമുക്ക്? ആരെങ്കിലും ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ഒരു സ്ഥലത്തേക്ക് എന്ന് ചോദിച്ചാൽ പോയി നോക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലോ. 20 മൈൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നൗ യു വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പൊ നാരായൺ, ഒറ്റ മിനിറ്റ്, സോറി ഫോർ ദി ഇന്ററപ്ഷൻ. പറയൂ. 20 എണ്ണം സിമ്പിൾ ആയിട്ട് ഓരോ വേർഡിൽ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോ കമ്പാഷൻ, ലോയൽറ്റി, ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് അത് മാത്രം ഒന്ന് 1 2 3 20 വരെ എഴുതിയൊക്കെയാണ് സിമ്പിൾ ആയിട്ട്. സിമ്പിൾ ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാം. സിമ്പിൾ ആയിട്ട് അമാനിത്വം is humility. One, humility. Okay. Second is modesty. Modesty. Okay. Third, ahimsa is non-injury. Yeah, non-injury. Ahimsa. Kshanti is patience അല്ലെങ്കിൽ forgiveness. Patience or forgiveness. Arjavam is uprightness. Okay. Arjavam. Uprightness or straightforwardness? Uprightness or straightforwardness. Yeah, both are same. Okay. Acharyopasanam is service to the teacher, is service to everybody, service to anybody who you service no kya maga service no kya. Ade Acharyopasanam. Shaujam is purity, both mental and physical. 7, purity, both mental and physical. Ade so അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം. സ്ഥൈര്യം is steadfastness. ആത്മവിനിഗ്രഹം is self-control. Okay. ഇന്ദ്രിയാർഷേത്തു വൈരാഗ്യം, indifference to objects, sense objects. Anahangaram, lack of ego.
ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം അത് കുറച്ച് ബുദ്ധിമുട്ടാവും ഒരു വാക്കിൽ പറയാൻ. പക്ഷെ മേ ബി പെർസെപ്ഷൻ ഓഫ് ഇക്വാനിമിറ്റി ആണോ? അല്ല, ഇക്വാനിമിറ്റി അല്ല, ഇക്വാനിമിറ്റി എന്ന് പറയാൻ പറ്റില്ല. പെർസെപ്ഷൻ ഓഫ് ഇത് പറഞ്ഞിരിക്കുന്നത് ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഈ കാര്യങ്ങളുടെ ഒക്കെ വിഷൻ, ഈ കാര്യങ്ങളൊക്കെ ജന്മ മൃത്യു ജരാവ്യാധി ഒക്കെ ദുഃഖത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ അത് ട്രാൻസെൻഡ് ചെയ്യാനുള്ള ഇതുണ്ടാവുമല്ലോ. സോ അതായത് ജീവിതം തന്നെ, ലൈഫ് എന്ന് പറയുന്നത് ഒരു ദുഃഖം എപ്പോഴും വരാവുന്ന ഒരു സംഗതിയാണെന്നുള്ള തിരിച്ചറിവ്. പെർമനന്റ് ആയിട്ടുള്ള സ്ഥായി ആയിട്ടുള്ള ഭാവം ദുഃഖമാണ് നമ്മുടെ ഫിസിക്കൽ ലൈഫിൽ ഉള്ളത് എന്നുള്ള തിരിച്ചറിവ്. പെർസെപ്ഷൻ ഓഫ് സോറോ ഫ്രം the different stages of life. ജന്മം മൃത്യു ഇതൊക്കെ സ്റ്റേജസ് അല്ലേ? or വേറെ പെർസെപ്ഷൻ ഓഫ് ദ ഈവിൾ ഓഫ് പെയിൻ. അങ്ങനെയാണ് സ്വാമി ചിന്മയാനന്ദൻ അതാണ് എഴുതിയിരിക്കുന്നത്. പെർസെപ്ഷൻ ഓഫ് ദ ഈവിൾ ഓഫ് പെയിൻ. പെർസെപ്ഷൻ ഓഫ് ദി ഈവിൾ ഓഫ് അത് കറക്റ്റാ. പിന്നെ അസക്തി അനഭിഷംഗ്വ. അസക്തി ഈസ് നോൺ അറ്റാച്ച്മെന്റ്. അനഭിഷംഗ്വ ഈസ് പുത്രധാര ഗൃഹാദിഷു. ആബ്സെൻസ് ഓഫ് എക്സസീവ് ലവ്, absence of excessive attachment. Same at non-attachment, absence of excessive attachment, excessive love ഒക്കെ roughly similar. 14th ആണോ? 14th ആണോ അത്? എനിക്ക് അങ്ങനെ എണ്ണം നോക്കി അറിയില്ല. അല്ല, നോൺ അറ്റാച്ച്മെന്റ്, ആബ്സെൻസ് ഓഫ് എക്സസീവ് അറ്റാച്ച്മെന്റ് ഉണ്ടോ? രണ്ടും ഉണ്ടോ? രണ്ടും. because non attachment towards putradhara grihadishu which will lead to absence of excessive love or sorrow when something happens to them, or absence of pain when something happens to them. അപ്പൊ എന്നിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ആബ്സെൻസ് ഓഫ് എക്സസീവ് ലവ് ഓർ സോറോ എന്നാണോ വേണ്ടത്? ആബ്സെൻസ് ഓഫ് എക്സസീവ് ലവ് ഫോർ എക്സസീവ് ലവ്. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി അതിനേക്കാൾ നല്ലത് നോ എക്സ്പെക്ടേഷൻസ് ഫ്രം ദം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? സോ ബേസിക്കലി ലവ് അവരോട് അറ്റാച്ച്മെന്റ് കൂടുമ്പോ എന്താ ചെയ്യുക? എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുകയല്ലേ ചെയ്യുക? നോ എക്സ്പെക്ടേഷൻസ് ഫ്രം എനിബഡി. നോ എക്സ്പെക്ടേഷൻസ് ഫ്രം എനിബഡി. അത് 14th. അതെ. എന്താ നിത്യം ച സമചിത്തത്വ ഇഷ്ടാനിഷ്ടോ പവത്തിഷു. ഈവൻ സമചിത്തത. അതെ അതെ. ഈവൻ അതായത് എന്ത് സംഭവിച്ചാലും ഒരേപോലെ അല്ലേ? സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ. നിത്യം ച സമചിത്ത. നിത്യമുണ്ട്. നിത്യം ച കോൺസ്റ്റൻസി ഓർ സ്റ്റഡിനെസ് ഇൻ ദാറ്റ് പാത്ത്. നിത്യം ആയിട്ടുള്ളത്. പിന്നെ മയി ചാൻ അനന്യയോഗേന, നോട്ട് ദി അതർ എന്നുള്ള ഭക്തി. സോ ബേസിക്കലി understanding the absolute as myself. മയി ചാൻ അനന്യ or പരമാത്മാവിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ ആണ് എല്ലാം എന്നുള്ള അറിവിലുള്ള ഭക്തി. സോ ദിസ് ഇസ് അൺഫ്ലിഞ്ചിങ് ഡിവോഷൻ. അങ്ങനെ എഴുതാം, അൺഫ്ലിഞ്ചിങ് ഡിവോഷൻ. അനന്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു? അന്യമല്ലാത്ത, എന്നിൽ നിന്ന് അന്യമല്ലാത്തത്. അന്യം is other, അനന്യം not the other. ഇപ്പൊ അനന്യ എന്ന് പറഞ്ഞാല് എന്താണ്? അനന്യ not the other. അപ്പം തത്വമസി തന്നെയാണോ? തത്വമസി തന്നെയാണോ? എല്ലാം അതെ, തത്വമസി എന്ന് പറയാം അല്ലേ? അനന്യ എന്ന് പറഞ്ഞാല് എല്ലാം ഞാൻ തന്നെ, എന്നിൽ നിന്ന് അന്യമല്ലാത്തത്. മൈജാൻ അനന്യ യോഗേന ഭക്തിരവ്യഭിചാരിണി അൺഫ്ലിഞ്ചിങ് ലവ്. വിവിക്ത ദേശ സേവിത്വം, ടെൻഡൻസി ടു ബി അലോൺ. നമ്മൾ പറഞ്ഞു അലോൺ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ അലോൺനെസ് അല്ല, മൈൻഡ്. ഈവൻ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണെങ്കിലും ഇൻട്രോവേർട്ടഡ്നെസ് ഇസ് പ്രോബ്ലി ബെറ്റർ വേർഡ്. അത് നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഇൻട്രോവേർട്ടഡ്നെസ് നമ്മൾ പറയുമ്പോൾ ഇവൻ ഇൻട്രോവേർട്ടഡ് ആണ്, ഒന്നും പറയില്ല. നോട്ട് ദാറ്റ് ഇൻട്രോവേർട്ടഡ്നെസ് so that you can withdraw to yourself and think about yourself without worrying about others.
വിതൗട്ട് വറിങ് അബൌട്ട് വാട്ട് സംബഡി എൽസ് വിൽ തിങ്ക്. അങ്ങനെ എല്ലാ കാര്യത്തിലും ചാടിക്കേറി അഭിപ്രായം പറയാതിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതും ഇൻട്രോവേർട്ടഡ്നെസ് ആണ്. അറിഞ്ഞാലും ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. അരതിർജന സംസതി, don't want to deal with a lot of people. Again, same idea, introvertedness തന്നെ, പക്ഷെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരു ഐഡിയ. എന്താ പറയാ അലൂഫ്നെസ്. ഇതൊക്കെ ഐ മീൻ ഇംഗ്ലീഷ് ശരിക്കുള്ള എന്താ വാക്ക്, വിത്തൗട്ട് മിസ്ഇന്റർപ്രറ്റിംഗ് ഇതിനൊക്കെ ഇംഗ്ലീഷ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അധ്യാത്മജ്ഞാന നിത്യത്വം, ഓൾവേസ്. അതിന്റെ അർത്ഥം ഇങ്ങനെയും പറയാൻ പറ്റുമോ? അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലേ? അതെ. അധ്യാത്മജ്ഞാന നിത്യത്വം, കോൺസ്റ്റൻസി ഇൻ സെൽഫ് നോളജ്. കോൺസ്റ്റൻസി ഇൻ സെൽഫ് നോളജ്. അതിന്റെ ശരിക്കും അർത്ഥം എന്താ? സെൽഫ്, അവനവനെ കുറിച്ചുള്ള അറിവിൽ ഉറച്ചിരിക്കുക, സെൽഫിനെ കുറിച്ചുള്ള അറിവിൽ ഉറച്ചിരിക്കുക, ആത്മജ്ഞാനത്തിൽ ഉറച്ചിരിക്കുക. And then തത്വജ്ഞാനാർത്ഥ ദർശനം. തത്വജ്ഞാനം, റിയൽ നോളജിന്റെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് അറിയാം. നോയിങ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് റിയൽ നോളജ്. മോക്ഷമാണ് അല്ലെങ്കിൽ ജീവൻ മുക്തിയാണ്, അതിനു വേണ്ടിയാണ് ഞാനിത് ശ്രമിക്കുന്നത് എന്നറിയാം. അപ്പം ഇത്രയാണ് 20 ക്വാളിറ്റീസ്. എന്നിട്ട് നമുക്ക് ഒരു ശ്ലോകം കൂടെ നമുക്ക് ചെയ്യാം. ഇത് ചെയ്തിട്ട് എന്താണ് ഭഗവാൻ ഇതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് തോന്നാം, നമ്മൾ നേരത്തെ പറഞ്ഞു, നിനക്ക് ഞാൻ ഐ വിൽ ടെൽ യു വാട്ട് നീഡ്സ് ടു ബി നോൺ. ജ്ഞാനം ജ്ഞേയം എന്ന് ചോദിച്ചു. ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ് എന്നുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പം, എന്താണ് അറിവ്, എന്താണ് അറിയേണ്ടത്. ഈ എന്താണ് അറിവ്, എന്താണ് അറിയേണ്ടത് എന്നുള്ളതിന് പകരം എന്തൊക്കെ ആയാൽ നീ അറിയും എന്ന് പറഞ്ഞു. സോ ഇതൊക്കെ പരസ്പരം റിലേറ്റഡ് ആണ്. ദി ഐഡിയ ഈസ്, ഒരു സ്റ്റുഡന്റില്, ഒരു ശിഷ്യനിൽ, ഇത് ഒബ്ജക്റ്റീവ് നോളജ് പോലെ അല്ല നോളജ് അബൌട്ട് സബ്ജക്ട്, റൈറ്റ്? ഇതിനെക്കുറിച്ച് എന്നെ കുറിച്ച് അറിയുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട്, ഇപ്പൊ സാധാരണയായിട്ട് എല്ലാ അറിവിനും ത്രിപുടി ഉണ്ട്, ട്രൈഫെക്റ്റ ഉണ്ട്. അറിവ് എന്താണോ അത്, അറിയുന്ന ഞാൻ, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ അറിയുന്നത് അത് അറിയുന്ന ഞാൻ, ആൻഡ് ഞാനും ആ സാധനവും തമ്മിലുള്ള ബന്ധം, വിച്ച് ഇസ് കോൾഡ് ദി അറിവ്, റൈറ്റ്? ഈ 3 കണക്ഷനും ഉണ്ട്. ഇനി പൂവിനെ കുറിച്ചാണെങ്കിൽ, ഞാൻ എന്ന സബ്ജക്റ്റ്, പൂവ് എന്ന ഒബ്ജക്റ്റ്, ആൻഡ് എനിക്ക് ആ പൂവിനെ കുറിച്ചുള്ള അറിവ് ഇസ് നോളജ്. കറക്റ്റ്? ഈ 3 സാധനങ്ങളുണ്ട്. വെൻ ഇറ്റ് കംസ് ടു സെൽഫ്, ഞാൻ തന്നെയാണ് സബ്ജക്റ്റ്, ഞാൻ തന്നെയാണ് ഒബ്ജക്റ്റ്, അല്ലെ? എനിക്കറിയണം. എന്തിനെ കുറിച്ച് അറിയണം? എന്നെ കുറിച്ച് അറിയണം. എനിക്ക് എന്നെ കുറിച്ച് അറിയുന്ന അറിവ് എന്താ പറയുക ഞാൻ ആ അറിവിന്? കറക്റ്റ്? അപ്പൊ അവിടെ നമുക്ക് ഈ ത്രിപുടി എന്ന് പറയും, ഈ 3 ട്രൈഫെക്റ്റ, ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഈ 3ഉം ഒന്നാണ്. എന്നെ കുറിച്ച് അറിവ് എന്താണ്? ഞാൻ തന്നെയാണ് ആ അറിവ് എന്നുള്ള അറിവ്, റൈറ്റ്? അപ്പൊ ഇത് 3ഉം ഒന്നാവും. അറിയുന്ന ആളും അറിയുന്ന സാധനവും അറിവും ഒന്ന് തന്നെയാവും. അങ്ങനെ വരുമ്പോ ജ്ഞാനം എന്നുള്ളത്, നമ്മളിപ്പോ പറയുന്ന മുഴുവൻ എക്സ്റ്റേണൽ അല്ലേ? ഒരാൾ പറയുന്നു, കുറെ പേര് കേൾക്കുന്നു. സോ പറയുന്ന ഒരാളുണ്ട്, കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ കേൾക്കുന്ന ജ്ഞാനമുണ്ട്. പക്ഷെ ഇത് അബ്സോർബ് ചെയ്യുന്ന സമയം വരെ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് എക്സ്റ്റേണൽ, കമ്മിങ് ഇൻ എക്സ്റ്റേണൽ. പക്ഷെ അതിനെ അവനവന്റെ അറിവായിട്ട് നമ്മൾ ഇംബൈബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് അബ്സോർബ് ചെയ്യണം. ആ ഒരു നിലവാരം എത്തിക്കഴിഞ്ഞാൽ അറിവും അറിയുന്ന ആളും അറിയുന്ന സാധനവും ഡിഫറെന്റ് അല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനം, അതുകൊണ്ടാണ് ഭഗവാൻ ജ്ഞാനം ജ്ഞേയം ഇത് രണ്ടും ഞാൻ പറഞ്ഞുതരാം. അറിവ് എന്താണ്, അറിയേണ്ടത് എന്താണ് എന്ന് പറഞ്ഞുതരാം. ഇവിടെ പറഞ്ഞത് രണ്ടും അല്ല. അറിയണമെങ്കിൽ എന്ത് നിന്നിൽ ക്വാളിറ്റി ഉണ്ടാവണം. അപ്പൊ ഈ
സബ്ജക്റ്റായ ഒരു സാധനത്തിനെ അറിയുന്നെങ്കിൽ ആ സബ്ജക്റ്റായ നിനക്ക് തന്നെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം. ഇറ്റ് ഈസ് അവർ ഓൺ സെൽഫ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 20 ക്വാളിറ്റീസ് പറഞ്ഞത്. എന്നിട്ട് ഭഗവാൻ ഒരു അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ സദുച്യതേ. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാം അമൃതമശ്നുതേ. യത് ജ്ഞാത്വാം എന്ത് അറിഞ്ഞാൽ, അമൃതമശ്നുതേ അമൃതത്വം പ്രാപിക്കും. അമൃതത്വം എന്ന് പറയുമ്പോൾ മൃതം അല്ലാത്ത അവസ്ഥ, മരണം ഇല്ലാത്ത അവസ്ഥ. പക്ഷെ ഫിസിക്കലായിട്ട് മരണമില്ലാത്ത അവസ്ഥ എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ സൈക്കിൾസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഇല്ല, അതാണ് അർത്ഥം. ശരീരം മരിക്കുമായിരിക്കും, പക്ഷെ വാസനകളൊന്നും ഇല്ലാത്ത കാരണം, ഈ പൂർണ്ണമായ ജ്ഞാനമുള്ളത് കാരണം പിന്നെ ഈ സൈക്കിൾസ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആവശ്യം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ജീവൻ മുക്തി. അപ്പൊ ജീവിക്കും, ശരീരം ജീവിക്കും, ശരീരം മരിക്കും, പക്ഷെ പൂർണ്ണമായ ബോധ്യത്തോടെ ഞാനല്ല ശരീരം, ഈ മരിക്കുന്നതല്ല ശരീരം. ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്വ ഭാരത എന്ന് 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദേഹം പോവും, പക്ഷെ ദേഹി നിത്യം. ദേഹി ദി സോൾ ഇസ് ഇറ്റേണൽ, ദ സോൾ ഇസ് പെർമനന്റ്, ദ സെൽഫ് ഇസ് ഇൻഡിസ്ട്രക്റ്റബിൾ എന്നുള്ള ജ്ഞാനമുണ്ടായാൽ ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി, അറിയേണ്ടത് എന്താണോ, എന്തറിഞ്ഞാൽ, യജ്ഞാത്വാത് എന്തറിഞ്ഞാൽ അമൃതത്വം, ജീവൻ മുക്തി, മോക്ഷം കിട്ടുമോ, അതാണ് ഞാൻ പറഞ്ഞു തരാം. യത്തത് പ്രവക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അനാദിമത്പരം ബ്രഹ്മ ന സദന്നാ സത്തുച്യതേ. പരമമായ ബ്രഹ്മം അനാദിയാണ്, ആദ്യമില്ലാത്തതാണ്. സബ്സ്ട്രേറ്റ് ഈസ് ബിഗിനിങ്ലെസ്, അനാദിയാണ്. കാരണം ആദി എന്ന് പറയുമ്പോൾ അതിനൊരു ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒരു ടൈം എസ്റ്റാബ്ലിഷ് ചെയ്താൽ തിങ് ഹാസ് ബിക്കം ഓട്ടോമാറ്റിക്കലി ലിമിറ്റഡ്, റൈറ്റ്? ടൈമും സ്പേസും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ലിമിറ്റഡ്. അൺലിമിറ്റഡ് ആയിട്ടൊരു സാധനത്തിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അനാദിമത്പരം ബ്രഹ്മ. ഈ ബ്രഹ്മം എന്ന് പറയുന്നത്, നിന്റെ ആത്മജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ജ്ഞാനം കൊണ്ട് കിട്ടുന്നതെന്ന് പറയുന്നത് അനാദിയാണ്. നസദ് നസ് അസദ് ഉച്ചതേ. ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. ഇത് സത്വമല്ല, അസത്വമല്ല. സത് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ആണ്. സത് ചിത് ആനന്ദത്തിൽ സത് ഈസ് എക്സിസ്റ്റൻസ്. ഇഫ് സംതിങ് എക്സിസ്റ്റ് ഇറ്റ് ഈസ് സത്, റൈറ്റ്? പക്ഷെ അവിടെ ഭഗവാൻ പറയുന്നത് ബ്രഹ്മനെ സത്വമല്ല, അസദ്. അസദ് വെച്ചാൽ നോൺ എക്സിസ്റ്റന്റ്, നോൺ എക്സിസ്റ്റന്റും അല്ല. ഹൗ ക്യാൻ സംതിങ് ബി നോട്ട് എക്സിസ്റ്റന്റ് നോർ നോൺ എക്സിസ്റ്റന്റ്? അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, എന്ത് എക്സിസ്റ്റും ഇല്ല, നോൺ എക്സിസ്റ്റും അല്ല. വാട്ട് കൈൻഡ് ഓഫ് എ തിങ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി? അവിടെ പറയുന്ന ഈ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് അവർ പെർസെപ്ഷൻ. ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എൻ്റെ പെർസെപ്ഷൻ, എൻ്റെ ലോകത്ത്, എൻ്റെ കാഴ്ചയിലും, എൻ്റെ അറിവിലും, എൻ്റെ ഇന്റലക്റ്റിനും മൈൻഡിനും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനെയാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോ പക്ഷേ എന്ത് പ്രിൻസിപ്പിൾ കൊണ്ടാണോ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നത്, ഒരു പൂവുണ്ടെങ്കിൽ ആ പൂവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നത് എൻ്റെ കോൺഷ്യസ്നസ് കൊണ്ടാണ്. പൂവ് ഒബ്ജക്റ്റും ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കോൺഷ്യസ്നസ് സബ്ജക്റ്റുമാണ്. പക്ഷെ എൻ്റെ കോൺഷ്യസ്നസിനെ ഞാൻ ഒബ്ജക്റ്റിഫൈ ചെയ്താൽ ഏത് സബ്ജക്റ്റ് അതറിയും? കറക്റ്റ്? പിന്നെ ആ സബ്ജക്റ്റും അതറിയുന്ന ഒബ്ജക്റ്റും ഒന്ന് തന്നെയല്ലേ? ദെൻ വേർ ഈസ് എ ക്വസ്റ്റൻ ഓഫ് എക്സിസ്റ്റൻസ്. അപ്പൊ അതാണ് ഇറ്റ്സ് എൻ ഇന്റലക്ച്വൽ തോട്ട് പ്രോസസ് ഹിയർ. അപ്പം എക്സിസ്റ്റൻസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ അതിന്റെ ഇന്റലക്ച്വൽ കോംപ്രിഹെൻഷനിൽ ഒതുങ്ങുന്നതായിരിക്കണം. അങ്ങനെ ഇന്റലക്ച്വൽ കോംപ്രിഹെൻഷനിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഏത് ഒബ്ജക്റ്റിനെയാണ് ഞാൻ സബ്ജക്റ്റ് ആക്കുക? കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ ഞാൻ ഒബ്ജക്റ്റ് ആക്കും? Because that is something that even illuminates the concept of object and subject, correct? സബ്ജക്ട് ഓബ്ജക്ട് കാര്യകാരണ വിവേകത്തിനെ ഇല്ലുമിൻ ചെയ്യുന്ന സാധനം തന്നെ ഈ കോൺഷ്യസ്നസ് ആണെങ്കിൽ
how do I say that it exists? Now, how do I say that it does not exist? Karanam, through my body, through the enlivening of my physical body, through my actions, that is the light that is flowing all the way through. അപ്പൊ അതിനെ ഞാൻ എങ്ങനെ ഇല്ല എന്ന് പറയും? ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലാന്നും പറയാൻ പറ്റില്ല. കാരണം ഉണ്ട് ഇല്ല, അപ്പൊ ഫണ്ടമെന്റൽ മീനിങ് ഈസ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഒക്കെ നമ്മുടെ പെർസെപ്ഷൻ ആണ്. ഉണ്ട് ഇല്ല എന്നൊക്കെ നമ്മുടെ പെർസെപ്ഷനാണ്. എനിക്കുണ്ട് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നിയേക്കാം. നമുക്കൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നത് മറ്റൊരു ജീവിക്ക് ഇല്ല എന്ന് തോന്നിയേക്കാം. റൈറ്റ്? നമുക്കൊന്നും ഇല്ല എന്ന് തോന്നുന്ന ഒരു സാധനം at some extreme small levels മറ്റൊരു സാധനത്തിന് it might be a very big thing. Right? So ഇതൊക്കെ ഉണ്ട് ഇല്ല, സത് അസത് is all a perception thing. The idea is സത്ത് അസത്ത് എന്ന് പറഞ്ഞാലും നിങ്ങൾ ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി സാധനങ്ങളെ. Brahman എന്ന് പറയുന്നത് it's that limitless thing. It is a substratum on which everything is built, and when there is a substratum on which everything is built, when you say that substratum exists, the question is where does it exist? Where does it exist എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ you have to go down to your consciousness, and then when you get there, you know it is just that. And when you say അത് തന്നെയാണെങ്കിൽ, where is the question of it existing? Right? Where is the question of it not existing? Because you see all this human bodies, നമ്മുടെ എല്ലാം ഉള്ളത് കാണുന്നു. സോറി, പിന്നെ മറന്നു ആലോചിച്ചത്. അതായത് substratum on which everything is built, that is Brahman, അല്ലേ? Correct. Okay. Substratum on which everything exists, substratum on which, without which nothing can happen. Exist മാത്രമല്ല, nothing can happen. അതിനെയാണ് നമ്മൾ ബ്രഹ്മൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഗുണങ്ങളൊന്നുമില്ല, ക്വാളിറ്റീസ് ഒന്നുമില്ല, ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഗുണങ്ങളും ആട്രിബ്യൂട്ട്സും ഒന്നും ഇല്ലാത്ത എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? പക്ഷേ അതൊന്നും ഇല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യാതെയും വഴിയില്ല. അപ്പൊ രണ്ട് വിധത്തിലും പറയാം. അപ്പൊ അതുകൊണ്ട് ന സത് ന അസത് ഉച്യതേ, ഈ ബ്രഹ്മനെ സത്ത് എന്നും അസത്ത് എന്നും പറയാൻ പറ്റില്ല. നൈദർ ബീയിങ് നോർ നോൺ ബീയിങ്. അതാണ്. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇനി വരിക. ഇത് ഓൾ പെർവേസീവ്നെസ് ഓഫ് സെൽഫിനെയാണ് ഭഗവാൻ അടുത്ത ശ്ലോകം മുതൽ പറയും. നമുക്കത് അടുത്ത ആഴ്ച ചെയ്യാം. അപ്പൊ ഇത് ദി ഐഡിയ ഈസ് ഈ 20 ക്വാളിറ്റീസ് ക്ഷേത്രജ്ഞൻ എന്താണ് എന്ന് പറയാൻ വേണ്ടി ക്ഷേത്രജ്ഞന് വേണ്ട, അല്ലെങ്കിൽ ഒരു ജ്ഞാനം ഇച്ഛിക്കുന്ന ഒരാൾക്ക് വേണ്ട 20 ക്വാളിറ്റീസും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, ഇത് ഈ പറഞ്ഞതാണ് ജ്ഞാനം, ഈ പറഞ്ഞത് മാത്രമാണ് ജ്ഞാനം, മറ്റതൊക്കെ അജ്ഞാനമാണ്. ഈ 20 ക്വാളിറ്റീസ് നിങ്ങളിൽ ഇംബൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം അന്വേഷിച്ച് എവിടെയും പോണ്ട, അത് തന്നെയാണ് ജ്ഞാനം. പാലക്കാട്ടിലേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പാലക്കാട്ടിലേക്ക് പോകേണ്ട വഴി നിങ്ങൾ ആലോചിക്കണ്ട, ബസ് കൊണ്ടുപോയിക്കോളും. റൈറ്റ്? പക്ഷേ ആ ബസ്സിൽ കയറുക എന്നുള്ളതാണ് പ്രധാനം. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡെസ്റ്റിനേഷനിലേക്കുള്ള ബസ്സിലേക്ക് കയറുക, അവിടേക്കുള്ള പ്രോസസ്സിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് പ്രധാനം. Destination will take care of itself. The end will take care of itself if the process is right. നമ്മുടെ ലൈഫിലേക്ക് മറ്റൊരു വെരി പ്രധാന ലെസൺ, ഭഗവത്ഗീത മുഴുവൻ പറയുന്നതാണ്, റൈറ്റ്? ഡോണ്ട് കോൺസെൻട്രേറ്റ് ഓൺ ദ റിസൾട്ട്. ഫലത്തില് കോൺസെൻട്രേറ്റ് ചെയ്ത് കർമ്മം ചെയ്യൂ, അല്ലെ? കർമ്മ ഫലത്യാഗമാണ്, ഫലത്തിൽ ഇച്ഛിക്കണ്ട. അപ്പൊ അതുമാതിരി എവിടെയാണ് എന്റെ മോക്ഷം, എവിടെയാണ് എന്റെ മോക്ഷം, എവിടെയാണ് എന്റെ മോക്ഷം എന്ന് നോക്കി ഓടിപ്പിടിക്കണ്ട, പ്രോസസ്സിൽ താല്പര്യപ്പെടൂ. എപ്പോഴാണ് എനിക്ക് മോക്ഷം കിട്ടുക, എപ്പോഴാണ് എനിക്ക് മോക്ഷം കിട്ടുക എന്ന് ചോദിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട, പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യൂ. ഈ 20 ആട്രിബ്യൂട്ട്സ്, 20 ക്വാളിറ്റീസ്, അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടത്. ആരോട്, ഏത് മഹാത്മാവിനോട് ചോദിച്ചാലും 20 വാല്യൂസ് ഓഫ് ഗീത ചോദിച്ചാൽ ഈ 20 വാല്യൂ ആണ് അവർ പറയുക. എവിടെയൊക്കെയോ ഗീതയിൽ എന്തൊക്കെ വാല്യൂസ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇറ്റ്സ് എ കോമ്പിനേഷൻ. കാരണം 12 അധ്യായത്തിൽ ആദ്യത്തെ 12 അധ്യായം ഒന്ന് കർമ്മവും ഒന്ന് ഭക്തിയും എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും it was giving the general lay of the land for you to get into a mental purification state ലേക്ക്. ഇവിടെ now ഈ നോളജിനെയൊക്കെ കണ്ടൻസ് ചെയ്തിട്ട് ഇത്രയും പറഞ്ഞതിനൊക്കെ സമ്മറൈസ് ചെയ്ത് പറയാൻ തുടങ്ങുകയാണ് ഇനി, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് 13ാമത്തെ അധ്യായം വളരെ പ്രധാനമാണ്. ഇതില് 20 വാല്യൂസ്, ഈ 20 വാല്യൂസ് കൊണ്ട്, അപ്പം ഈ 4 ശ്ലോകങ്ങള് ഒരു
പ്രാക്ടീസിന് വേണ്ടി നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പദ്യങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ പറയില്ലേ. എന്തിനാ ബൈഹാർട്ട് പഠിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അന്നും അറിയില്ല. പക്ഷെ there is a reason why നിങ്ങൾക്ക് your creativity ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ, കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ, your mental holding capacity ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ് പദ്യങ്ങളൊക്കെ ലാംഗ്വേജിൽ വാക്കുകളുടെ കോമ്പിനേഷൻസ് കൂടെ നിൽക്കാനൊക്കെയാണ് പദ്യങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ പറയുന്നത്. ഈവൻ ദോ നമ്മളെ പഠിപ്പിച്ചവരൊന്നും അതുകൊണ്ട് പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനാണ് അതേപോലെ ഇതൊക്കെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ ബെസ്റ്റ് വേ ഈസ് ഈ 4 ശ്ലോകം ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത്, മനസ്സിൽ വെക്കുന്നത് വളരെ എളുപ്പമാണ്. പഠിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത 4 ശ്ലോകങ്ങൾ, 20 ക്വാളിറ്റി, ജസ്റ്റ് സോ ദാറ്റ് യു ക്യാൻ റിഫ്രഷ്. നമുക്ക് ചില കാര്യങ്ങൾ സ്വാമി ചിന്മയാനന്ദൻ എപ്പോഴും പറയും. ശ്ലോകത്തിന്റെ നമ്പർ എന്ന് പറയും ചാപ്റ്ററിലെ 13th ചാപ്റ്ററിൽ അമാനിത്വം അദംബിത്വം എന്ന് തുടങ്ങുന്നത് അല്ല, നമ്പർ ശ്ലോകം നമ്പർ അല്ല, ശ്ലോകം നമ്പർ നിങ്ങളുടെ ഭഗവത്ഗീത പുസ്തകം അനുസരിച്ചിരിക്കും. കാരണം 1ാമത്തെ ശ്ലോകം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ അർജുനന്റെ ചോദ്യം എന്നുള്ള ശ്ലോകം ഉള്ള ഭഗവത്ഗീത വേർഷൻ ചിന്മയമിഷന്റെ ബുക്ക്, ചിന്മയമിഷന്റെ പുസ്തകമാണെങ്കിൽ അമാനിത്വം അഹംബിത്വം 8ാമത്തെ ശ്ലോകമാണ്. 8, 9, 10, 11, 12. 8, 9, 10, 11 സോറി 8, 9, 10, 11. ഓക്കെ. അപ്പം അത് നമ്മൾ ഈ 4 ശ്ലോകങ്ങൾ മനസ്സിൽ വെക്കുക. അമാനിത്വം അദംബിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനവിശ്വങ്വ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വ ഇഷ്ടാനിഷ്ടോ ഭവത്തിഷു മൈജാനനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജന സംസതി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനമിതം പ്രോക്തം അജ്ഞാനം യതതുന്യത. ബാക്കിയൊക്കെ അജ്ഞാനമാണ്, ഇത് മാത്രം, ഇതാണ് ജ്ഞാനം. എന്നിട്ട് ഭഗവാൻ പറയുന്നത് ജ്ഞേയം എത്ര പ്രവക്ഷ്യാമി, നമുക്ക് ഞാൻ പറഞ്ഞു തരാം. യജ്ഞാത്വാത് അമൃതമശ്നുതേ, എന്തറിഞ്ഞാൽ അമൃതത്വം മോക്ഷം കിട്ടുമോ, അതിന്റെ ആദ്യത്തെ അറിവ് എന്താണ്? അനാദിമത്പരം ബ്രഹ്മ, പരമമായ ബ്രഹ്മം എന്നുള്ളത് അനാദിയാണ്, ആദ്യമില്ലാത്തതാണ്, തുടക്കം എവിടെയാണെന്ന് അറിയാൻ പറ്റാത്തതാണ്. നേരത്തെ പറഞ്ഞു ദേഹി നിത്യം അബദ്ധ്യോയം ദേഹേ സർവസ്വ ഭാരത എന്ന് 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഇതുമാതിരി അനാദിയുടെ ആദി ഇല്ലാത്തതാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. സോ അത് മനസ്സിലാക്കുക. സത്വമല്ല അസത്വമല്ല, എക്സിസ്റ്റൻസ്. അപ്പൊ നിന്റെ എക്സിസ്റ്റൻസ് ഈസ് ബ്രഹ്മൻ ഇസ് എ കോസ് ഓഫ് യുവർ എക്സിസ്റ്റൻസ്, other is not existence, it's not non-existence എന്നുള്ള ഐഡിയയും മനസ്സിലാക്കുക. And then ഇനിയുള്ള 2, 3, 4 ശ്ലോകങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് ദിസ് ഓൾ പെർവേഡിങ് ബ്രഹ്മൻ ഈസ്. അപ്പം നിനക്ക് അറിയേണ്ടത് എന്താണ്? ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി എന്തറിഞ്ഞാൽ പാലക്കാടിലേക്കുള്ള ബസ്സിലേക്ക് കയറിയാൽ പാലക്കാട് എത്തും, കയറുന്ന വഴിയിൽ എന്തൊക്കെ കാണാമെന്നുള്ളതാണ് നീ പറയുന്നത്, പോകുന്ന വഴിയിൽ എന്തൊക്കെ കാണാമെന്നുള്ളതാണ് പറയുന്നത്. ഈ പോകുന്ന വഴിയിൽ ഇപ്പൊ നമ്മള് ഒരു സിനിമ കാണാൻ കയറി, എവിടേക്ക് എന്താണ് സിനിമയുടെ അവസാനം എന്ന് എനിക്കറിയാം, ആരോ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയോ എനിക്കറിയാം സിനിമയുടെ അവസാനം എന്താന്ന്. ടിക്കറ്റൊക്കെ എടുത്ത് തിയേറ്ററിൽ കയറിയാല് അവസാനം അറിയാണെങ്കിലും ഐ വിൽ ഹാവ് ടു ഗോ ത്രൂ ദി ഇമേജറീസ് ഓഫ് ദ മൂവി, കറക്റ്റ്? അല്ലെങ്കിൽ സിനിമ കണ്ട ഫീൽ ഉണ്ടാവുമോ? അവസാനം അറിയാം, ക്ലൈമാക്സ് അറിയാം. ഇപ്പൊ ഭഗവാൻ ക്ലൈമാക്സ് പറഞ്ഞു, ഈ 20 സാധനം അറിഞ്ഞാൽ ഇത് തന്നെയാണ് ക്ലൈമാക്സ്, ദിസ് ഇസ് ദ ജ്ഞാനം എന്ന് പറഞ്ഞു. പക്ഷേ അത് അനുഭവിക്കാൻ വേണ്ടി ഇപ്പൊ സിനിമയുടെ ഒരു കഥ എനിക്ക് ഒരാൾ വന്ന് പറഞ്ഞു തന്നു, ഇതാണ് സിനിമയുടെ കഥ. പക്ഷെ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയി ഞാൻ കാണുക തന്നെ വേണ്ടേ? അങ്ങനെ തിയേറ്ററിൽ പോയി ഞാൻ കാണുമ്പോ അവസാനം മാത്രമാണോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ? ആ അവസാനത്തിലേക്ക് എത്തുന്ന there are imageries, there are situations, there are explanations ഒക്കെ ഇല്ലേ? ഇനിയുള്ള ശ്ലോകങ്ങൾ അതാണ് പറഞ്ഞു തരുന്നത്. സോ നരേഷന്റെ സ്റ്റൈല് നോക്കിക്കോളൂ, റൈറ്റ്? ഹി ഈസ് നോട്ട് ലീവിങ് എനിത്തിങ് ഫോർ സസ്പെൻസ്. ഈ കഥ മുഴുവൻ കേൾക്കുക, നിനക്ക് ഞാൻ അവസാനം പറഞ്ഞുതരാന്നല്ല പറയുന്നത്. ദിസ് ഇസ് ലോട്ട്സ് ഓഫ് ടൈംസ് ഉപനിഷത്തുകളുടെയും ശാസ്ത്രഗ്രന്ഥങ്ങളുടെയും ടെക്നീക്കാണിത്. നിനക്ക് ഉത്തരം പറഞ്ഞു തന്നു. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇനി ഞാൻ ടെക്നിക്ക് പറഞ്ഞു തരാം.
റൈറ്റ്? ഇനി ഞാൻ ആ പ്രോസസ്സിലുള്ള ടെക്നീക്സ് പറഞ്ഞുതരാം, അതിനുള്ള ഡെസ്ക്രിപ്ഷൻസ് പറഞ്ഞുതരാം. പക്ഷെ അങ്ങനെ പറയുമ്പം യു ഓൾവേസ് ഹാവ് ദി എൻഡ് ഇൻ സൈറ്റ്. കറക്റ്റ്? അപ്പൊ നമുക്ക് സസ്പെൻസ് ഇല്ല അവിടെ. അവസാനം എന്താണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് കാണുന്നത് മുഴുവൻ. റൈറ്റ്? സോ മൈ കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് മച്ച് ബെറ്റർ. അതുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ സീക്വൻഷ്യൽ ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ആചാര്യന്മാര്, ശങ്കരാചാര്യരൊക്കെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം പഠിക്കുമ്പോൾ യു വിൽ ബി ലെസ് കൺഫ്യൂസ്ഡ്. ഓഫ് കോഴ്സ് നമ്മൾ ഇവൻച്വലി യു വിൽ ബി കൺഫ്യൂസ്ഡ് ഒക്കെ ഇടയിലൊക്കെ കുറേയൊക്കെ, പക്ഷെ ആ ഒരു ഓർഡറിൽ യു വിൽ ബി ലെസ് കൺഫ്യൂസ്ഡ്. പിന്നെ കൺഫ്യൂഷൻ മാറ്റാൻ ഒരു വഴിയുള്ളൂ, യു ഹാവ് ടു ഡിഗ് ഡീപ്പ് ഇൻടു ഇറ്റ്. കൺഫ്യൂസ്ഡ് ആയിട്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് നോ യൂസ്. യു ഹാവ് ടു ഡിഗ് ഡീപ്പ് ഇൻടു. നമുക്ക് 20 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ജ്ഞാനം എന്ന് പറയുമ്പോ അത് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ഷേത്രം ആൻഡ് ക്ഷേത്രജ്ഞൻ. ആ 20 ക്വാളിറ്റീസ് ഉള്ള ആള് ക്ഷേത്രജ്ഞനാണോ? 20 ക്ഷേത്രം ഇപ്പൊ നേരത്തെ പറഞ്ഞു. ക്ഷേത്രം എന്താണ്? ക്ഷേത്രം ഇസ് ദി എൻറ്റയർ ഫീൽഡ് ഓഫ് ആക്ഷൻ. ഈ 3 ശരീരങ്ങള്, വാസനകള്, അവ്യക്തം, അഹങ്കാരം എല്ലാം ഉൾപ്പെടെയുള്ള സാധനമാണ് ക്ഷേത്രം. അതറിയുന്നവൻ ഹു നോസ് വൺ സെൽഫ്, റൈറ്റ്? ഇതാണ് എന്റെ ഫീൽഡ് എങ്കിൽ ഇതറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. അതറിയുന്നവൻ ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ആ ഉത്തരം എങ്ങനെ അറിയും? അപ്പൊ ഇതൊരു ഒബ്ജക്റ്റീവ് നോളജ് അല്ല. ദിസ് ഇസ് നോട്ട് എ നോളജ് അബൌട്ട് സംതിങ് ദാറ്റ് ഈസ് അതർ ദാൻ യു. അപ്പൊ എനിക്ക് ഒരു പൂവിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പൂവിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് എനിക്ക് പൂവിനെ കുറിച്ച് പറഞ്ഞു തരാം. പക്ഷേ ഞാൻ എന്നുള്ള സബ്ജക്റ്റ് എവിടെ ഒബ്ജക്റ്റേ ഇല്ല, ആ ഒബ്ജക്റ്റും സബ്ജക്റ്റും ഒക്കെ ഞാൻ തന്നെ ആവുന്ന അവസ്ഥയിൽ ഇത് അറിയണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ത്രൂ എ പ്രോസസ് ഓഫ് സെൽഫ് റിഫൈൻമെന്റ്. ആ സെൽഫ് റിഫൈൻമെന്റ് ആണ്. അതെങ്ങനെയാ വരിക? അതിനുള്ള പ്രോസസ്സാണ് യു ഇൻകൾക്കേറ്റ് ഈ 20 വാല്യൂസ്, യു ബ്രിങ് അപ്പ് ഈ 20 വാല്യൂസ് ഇൻ യു. വെൻ ദീസ് വാല്യൂസ് ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യു ആസ് എ സീക്കർ, യു ബിക്കം എ നോവർ. ഈ 20 ക്വാളിറ്റീസും നിന്നിൽ അപ്പോഴാണ് നമുക്ക് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ മനസ്സിലാവുകയല്ല, അപ്പോഴാണ് പിന്നെ അതിൽ ഇവിടെ പിന്നെ മനസ്സിലാവലൊന്നും ഇല്ല. അറിവും അറിയേണ്ടതും അറിയുന്ന ഞാനും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഡിഫറെന്റ് എന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലാവുക എന്നില്ല. അപ്പൊ ശരിക്കും തത്വമസി ആവും. അതന്നെയാണ് തത്വമസി. അത് പറഞ്ഞു വരുന്നത് മുഴുവൻ അതാണ്. ഇത് മുഴുവൻ ഒന്നാവുന്ന അവസ്ഥയിൽ ദാറ്റ് ഈസ് ജ്ഞാനം, ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് നോളജ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. അതറിയുന്നതാണ് ജ്ഞാനം. അപ്പൊ അതുകൊണ്ട് ജ്ഞാനം എന്താണെന്ന് ചോദിച്ചപ്പം പോയിട്ട് 10 ഉപനിഷത്തുകൾ പോയി പഠിക്കൂ. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഋഷിമാര് പറഞ്ഞിട്ടില്ലേ? അർജുന്റെ കാലത്തിന് മുമ്പുള്ളതാണല്ലോ ഉപനിഷത്തുകൾ. ഇത്രയും ഉപനിഷത്തുകളില്ലേ, നീ പോയി അത് വായിക്കുന്നല്ല പറഞ്ഞത്. ഈ ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യൂ. എല്ലാ ജ്ഞാനം, എല്ലാവരുടെയും പറഞ്ഞിട്ടുള്ള ജ്ഞാനം, ഈ ക്വാളിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഉണ്ടാവുന്ന അറിവ് എന്തോ അതാണ് ആ ജ്ഞാനം. അതല്ല സബ്ജക്റ്റീവ് ആയതുകൊണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. വാക്കുകൾ എത്താത്ത സ്ഥലത്തുള്ളത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഇങ്ങനെയുള്ള ഇത്രയും നല്ലൊരു ടീച്ചർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രോപ്സ് ഉപയോഗിക്കേണ്ടി വരികയാണ്. നമുക്കും അതന്നെയാണ്. സോ അത് ധാരാളം പേര് ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്നുള്ള വഴിയിലേക്ക് വന്നിട്ട് പിന്നെ ഡെസ്പറേറ്റ് ആൻഡ് ഡിസപ്പോയിന്റഡ് ആയിട്ട് തിരിച്ചു പോകുന്നതിനുള്ളൊരു കാരണവും ഇതാണ്. കാരണം ഡെഫിനിറ്റീവ് ആൻസർ ആരെങ്കിലും പറഞ്ഞു തരും എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ആരും പറഞ്ഞു തന്ന ഡെഫിനിറ്റീവ് ആൻസർ കിട്ടില്ല. അത് അവനവന്റെ സെർച്ചിൽ കൂടെ മാത്രമേ കിട്ടൂ എന്നറിയുമ്പോൾ ഹാൻഡ് ഔട്ട്സ് ഇല്ല അവിടെ. റൈറ്റ്? ഇവിടെ ഇറ്റ് ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ത്രൂ ദ വാക്ക് ദാറ്റ് യു വാക്ക് എന്നുള്ളത് വരുമ്പോൾ ഇതാരും പറഞ്ഞു തരാൻ വഴിയില്ല. പിന്നെ പരീക്ഷരസ്യധാര, കത്തിയുടെ അറ്റത്തു കൂടെ നടക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണെന്നൊക്കെ വരുമ്പം ആൾക്കാർ ഡ്രോപ്പ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഇസ് അതല്ല ഭഗവാൻ പറയുന്നത്, ഇറ്റ്സ് ടെറിബിളി ഡിഫിക്കൽട്ട്. പക്ഷേ ഇതൊന്നും നേരത്തെ പറഞ്ഞ ഞാൻ ഈ വഴി നിനക്ക് സുഗമമാക്കി തരാം, നിനക്ക് എളുപ്പമാക്കി തരാം. കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. പക്ഷെ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലും നമ്മുടെ അറ്റാച്ച്മെന്റ്സ് വിത്ത് ഗ്രോസ് തിങ്സ് ദാറ്റ് ആർ ഔട്ട്സൈഡ് വിച്ച് വി മിസ്അണ്ടർസ്റ്റാൻഡ് ടു ബി അവർ റിയൽ കോർ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്. അത് മാറ്റണമെങ്കിൽ, അപ്പം വേരോട് അത് പിഴുതെറിയണമെങ്കിൽ നമ്മളിൽ തന്നെ സമൂലമായ മാറ്റം വരണം. അതെവിടുന്ന്?
അവനവന്റെ പെരുമാറ്റത്തിൽ നിന്ന്. ഇപ്പം അമാനിത്വം, അദമ്പിത്വം, ഹ്യൂമിലിറ്റി, മോഡസ്റ്റി ഒന്നും അഭിനയിക്കാനുള്ളതല്ല. നമുക്ക് ധാരാളം ഹ്യൂമിലിറ്റി, മോഡസ്റ്റി ഒക്കെ അഭിനയിക്കാം. വേറൊരാളെ കൊണ്ട് ഇവൻ ഹമ്പിൾ ആണ്, ഇവൻ മോഡസ്റ്റ് ആണെന്ന് നമുക്ക് ധാരാളം പറയിപ്പിക്കാം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള ഹ്യൂമിലിറ്റി അല്ല. നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നുണ്ടോ നിങ്ങൾ ചെയ്തത് ഹമ്പിൾ ആണ്, നിങ്ങൾ ചെയ്തത് മോഡസ്റ്റ് ആണ്, നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നു. മറ്റൊരാൾ പറയുന്നതിനെ ജഡ്ജ് ചെയ്യാതെ അവനവൻ എന്ന് തോന്നുന്നുവോ, when you become the judge of your actions and the judge inside you gives you the green signal, that is your moment of truth. അവിടെയാണ് നമുക്ക് അത് ഇങ്ങനെ പറയല്ലോ, നമ്മൾ ആരും കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് അത് ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇത്. നമ്മൾ എത്ര ഇപ്പൊ കോടതിയിലായാലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് കാലം തെളിയിക്കും, സത്യം തെളിയിക്കും. ഈ കാലമൊന്നും തെളിയിക്കേണ്ട നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന്. അവനവൻ ചെയ്തത് ശരിയാണെന്ന് അവനവന്റെ ഉള്ളിലുള്ള വ്യക്തമായ ബോധം, സത്യത്തിലൂന്നിയുള്ള വ്യക്തമായ ബോധം. ചിലർക്ക് അവനവൻ ചെയ്തത് ശരിയാണെന്നുള്ള അറഗൻസിലും അഹങ്കാരത്തിലൂന്നിയുള്ള ബോധം ഉണ്ടാവും. അതല്ല, സത്യത്തിലൂന്നിയുള്ള ബോധം അവനവൻ ചെയ്തതാണ് ശരിയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്. അതിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ അത് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുവോ, നമ്മളിൽ ആ ക്വാളിറ്റീസ് നാച്ചുറൽ ആയിട്ട് വരുന്നു. ഇത് ആക്റ്റഡ്, ഇപ്പം എന്ത് കാര്യവും ഇതൊക്കെ പ്ലാൻ ചെയ്ത് ആക്ട് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് ഇറ്റ് ബിക്കംസ് യുവർ സെക്കൻഡ് നേച്ചർ, റൈറ്റ്? ഇപ്പം വഴിയിൽ കിടക്കുന്ന ഒരാള്, ദുഃഖിക്കുന്ന ഒരാളെ കാണുമ്പോൾ നാച്ചുറൽ ആയിട്ട് പോയിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. അല്ല ചുറ്റും നോക്കിയിട്ട് ഇയാളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറയുമോ, ഇവരെന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് ഹെൽപ്പ് ചെയ്യുന്നു, റൈറ്റ്? വിച്ച് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു ആക്ഷൻസ്. ദി ഔട്ട്കം ഫോർ ദ തേർഡ് പേഴ്സൺ മേ ബി ദ സെയിം. ദി ഔട്ട്കം ഫോർ ദി അതർ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ മുഴുവൻ ദുഷിപ്പ് വെച്ചിട്ട് വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്താലും, നിങ്ങൾ ഔട്ട് ഓഫ് ഇൻഫിനിറ്റ് കമ്പാഷൻ വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്താലും, ആഹാരം മേടിക്കുന്നവന് ദ എഫക്ട് ഇസ് സെയിം, റൈറ്റ്? ആഹാരം കിട്ടിയവന് എഫക്ട് ഇസ് സെയിം. വാട്ട് ഈസ് ഇൻ യു? ദാനം കൊടുക്കുമ്പോൾ അയ്യോ 10 രൂപ, മറ്റേ അടുത്തിരിക്കുന്ന ആള് 10 രൂപ കൊടുത്തു, ഞാൻ 10 രൂപ കൊടുത്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാണെന്ന് അവരെന്നെ പറയില്ലേ എന്ന് പറഞ്ഞ് 10 രൂപ കൊടുക്കുന്നത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ കൊടുക്കാൻ, അത് ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് 10 രൂപ കൊടുക്കുന്നത്. ഈസ് ദർ എ ഡിഫറൻസ്? 10 രൂപ കിട്ടുന്നവന് നോ ഡിഫറൻസ്. ബട്ട് നമ്മുടെ മെന്റൽ പ്യൂരിറ്റി, തിങ്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? ആൻഡ് നമ്മുടെ എവല്യൂഷനിലുള്ള ഡിഫറൻസ്, ആ ചിന്താഗതി നമ്മുടെ എവല്യൂഷനിൽ വരുന്ന ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള ആൾക്കാർ ആർ ദ വൺസ് ഹു ഗിവ് എ ലോട്ട്. ആൻഡ് ദോസ് ആർ നോട്ട് ദ വൺസ് ജെഫ് ബേസോസും ബിൽ ഗേറ്റ്സും അല്ല. They give because they have, and they want philanthropy to be a part of their identity. That's not the way that we are talking about, right? Philanthropy not as a part of identity. Philanthropy അല്ലെങ്കിൽ a service as not different from you. എനിക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കുന്നത് കാരണം, ഇപ്പൊ നമ്മൾ ദ മൊമെന്റ് യു തിങ്ക് ഒരു ഭിക്ഷക്കാരന് 5 രൂപ കൊടുത്തിട്ട് അവൻ അതുകൊണ്ട് ആഹാരം കഴിച്ചാൽ ഞാൻ കൊടുത്ത 5 രൂപ കൊണ്ട് അവൻ ആഹാരം കഴിച്ചു എന്നുള്ള ചെറിയ തോന്നൽ നിങ്ങൾ ഉണ്ടായാൽ 5 രൂപയുടെ ആഹാരത്തിന്റെ ഒക്കെ എഫക്ട് പോയി. ഭിക്ഷക്കാരൻ he gets his wire full, but the moment you think about the benefit of your service to somebody else, that becomes a non-service. നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ it becomes a non-service. ഞാൻ കൊടുക്കുന്നതിന്റെ കണക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ it becomes a non-service immediately in the book. അപ്പൊ അതാണ് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞില്ലേ, യജ്ഞഭാവന മുഴുവൻ അതാണ്. ആൻഡ് തിങ്ക് അബൌട്ട് ഹൗ ഡിഫിക്കൽട്ട് ദാറ്റ് ഈസ്, റൈറ്റ്? അത് അപ്പം ആ യജ്ഞഭാവന അത് വന്നാലേ കർമ്മഫലത്യാഗം വരും. അത് വന്നാലേ റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ വരും. റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ വേണമെങ്കിൽ ആക്ഷൻ ഇറ്റ് സെൽഫ് ഹാസ് ടു ബി എ ഫ്രൂട്ട്. എനിക്ക് ഇതിലൊന്നും ബന്ധമില്ല എന്നുള്ള തോന്നൽ വരണം. അയാൾക്ക് ഞാൻ കൊടുത്തത് എന്റെ 5 രൂപയല്ല എന്നുള്ള തോന്നൽ വരണം, റൈറ്റ്? ഈ 5 രൂപ എന്റെ ആയിരുന്നില്ല, ഈ 5 രൂപ എന്റെ ഇനിയുമല്ല, എന്നിലൂടെ ഒരാളിലേക്ക് ഈ 5 രൂപ പോയി എന്നേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരണം. അത് then it becomes charity. Otherwise it's vanity. All the time it's vanity. നമ്മുടെ മനസ്സിന്റെ അഹങ്കാരം ഇൻക്രീസ് ചെയ്യാനേ അത് ഉപകരിക്കും. വെരി കോൺഷ്യസ് എഫേർട്ട് തന്നെ വേണം ഇതിന്. ഇല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ഞാൻ അയാൾക്ക് ഇത് കൊടുത്തു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യും.
ചാരിറ്റി കൊടുക്കും, അതൊക്കെ ടാക്സ് റിട്ടേണിൽ എഴുതും, അത് ടാക്സ് നിന്ന് ചാരിറ്റി എടുക്കാം. I mean, it's not transactionally, there is nothing wrong with it. Transactionally നിങ്ങൾക്ക് പക്ഷേ ചാരിറ്റി കൊടുത്ത് അവർക്ക് എനിക്ക് കൊടുക്കാൻ കഴിവുള്ളത് ഞാൻ ആ സമയത്ത് കൊടുക്കുന്നു, നോട്ട് തിങ്കിങ് about what it is. But when it transactionally comes for me to show my wealth, I show it as a number in my tax entry. That might not be a problem as long as you thought it right കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇന്റൻഷൻ, ഇത് മുഴുവൻ ഇന്റൻഷൻ ആണ്. ഇത് മുഴുവൻ മനസ്സിൽ ഈ 20 ക്വാളിറ്റീസ് സിമ്പിൾ അഹിംസ എന്ന് പറയാം, നോൺ ഇഞ്ചുറി, റൈറ്റ്? ആക്ച്വലി ആൾക്കാർ പറയുന്നത് ഈസിയർ ക്വാളിറ്റി ടു ഇംബൈബ്, വൺ ഓഫ് ദി ഈസിയർ ക്വാളിറ്റീസ് ടു ഇംബൈബ്. ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക, കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചാൽ ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക, റൈറ്റ്? പക്ഷെ ഫിസിക്കലി പറയും അതും ഇമ്പോസിബിൾ ആണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിൽ പെട്ട് എത്ര ജീവജാലങ്ങൾ എരിഞ്ഞമർന്നു നമുക്കറിയോ? അപ്പം അഹിംസ അറ്റ് ദാറ്റ് ലെവൽ ഇമ്പോസിബിൾ ആണ്. പക്ഷെ ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് നേച്ചർ. എനിക്ക് ഈ ശരീരം തന്നു ഭഗവാൻ, എനിക്ക് ഈ നടക്കാൻ ഈ മണ്ണും തന്നു ഭഗവാൻ, അതിന്റെ അടിയിൽ കുറെ ജീവികളെയും കൊണ്ട് ഇട്ടു ഭഗവാൻ, ഇനി എനിക്ക് നടക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറയുന്നു ഭഗവാൻ. അപ്പോ there is no control, correct? അപ്പൊ അതിൽ അത്രയും ഡീപ്പ് ലെവലിൽ പോയിട്ട് തലമുണ്ടാക്കിയിട്ട് കാര്യമില്ല. പക്ഷെ കോൺഷ്യസ് ആയിട്ട് എനിക്ക് ആൾക്കാരെ ദ്രോഹിക്കാതിരിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ടോ മനസാ വാച കർമ്മണ എനിക്കൊരാളെ ദ്രോഹിക്കാതിരിക്കാൻ പറ്റുമോ? സോ അതുകൊണ്ടാണ് അഹിംസ ഇസ് എൻ ഈസിയർ ക്വാളിറ്റി ടു ഇംബൈബ്. എനിക്ക് വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കുക. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് സത്യം അപ്രിയം ന ബ്രൂയാത് എന്ന് പറയില്ലേ? പ്രിയമായ സത്യം പറയാം, അപ്രിയമായ സത്യം പറയാതിരിക്കും. അങ്ങനെ ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് ഈ ക്വാളിറ്റീസ് വളരെ പ്രധാനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നിർത്താം. നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? വിനീഷ്, വേറെ വല്ലതും ഉണ്ടോ? ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ പറയുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ തോന്നുന്നല്ലേ? ക്യാപ്സ്യൂൾ രൂപത്തിൽ എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയുന്ന പോലെയല്ലേ ഇത്? അങ്ങനെയാണ്. ഇനിയും വരും. ഇനി പല ഭാഗങ്ങൾ 14ാമത്തെ അധ്യായത്തിലെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ക്രോഡീകരിച്ച് പറയും. നമ്മുടെ ഹോൾഡിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാണ് ഭഗവാൻ. മുഴുവൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ക്വിസുകൾ തരുന്ന പോലെയാണ് ഇനി. ഇതിൽ കുറച്ചെങ്കിലും ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ, എന്തെങ്കിലും കുറെ നമുക്ക് കിട്ടിയാൽ, പ്രാക്ടിക്കലാക്കാൻ പറ്റിയാൽ അത്രയുണ്ട് നല്ലത്. ശരിക്കും അപ്പൊ അതെ, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു പാത്താണ് കാണിച്ചു തരുന്നത്. നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് തരുന്ന ക്യാപ്സ്യൂള് പോലത്തിൽ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ നമുക്ക് ആ സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അല്ലേ? അപ്പൊ സത്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇറ്റ്സ് എ പ്രോസസ്. അതിന് നമ്മൾ എങ്ങനെ റിഫൈൻ ചെയ്യണം എന്നുള്ളതിൽ 20 ക്യാപ്സ്യൂൾ രൂപത്തിലെന്ന് പറയാം, ക്വിക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ്. പക്ഷെ ഈ ഓരോന്നിനെ എടുത്തും നമുക്ക് സ്വയം ചിന്തിക്കാവുന്നതല്ലേ? ഈ ഓരോന്നിനെ എടുത്തിട്ട് നമ്മൾ എവിടെയാണ് ഓരോ ക്വാളിറ്റിയിലും നമുക്ക് ചിന്തിക്കാം. സോ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. നമുക്കൊരു സാധകന് നല്ലൊരു 12 അധ്യായവും പഠിച്ചു വന്ന ഒരു സാധകന് ഈ കാര്യങ്ങളെ കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ള അവബോധമുള്ള ഒരാൾക്ക്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതിപ്പോ ഇവിടെ പറയുന്നത് എന്ന അവബോധമുള്ള ഒരാൾക്ക് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് കറക്ഷൻ ഉള്ള സ്ട്രാറ്റജീസ് ആണ്. അത് 12th ചാപ്റ്ററിൽ കുറച്ചുകൂടി സിമ്പിൾ ആയി പറയുന്ന പോലെ തോന്നും. ഇതിൽ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ പറയുന്ന പോലെയും ഫീൽ ചെയ്യുന്നു കുറച്ചുകൂടി. കാരണം അത് സഗുണവും ഇത് നിർഗുണവും ആണല്ലോ. ആ ഒരു ഡിഫറൻസ് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയൊക്കെ നിർഗുണ രൂപത്തിലാണ് പറയുന്നത്. बजले प्यारे गोपाल बजले प्यारे, बजले राधे नाम तेरे काम आएगा. गोविंद बजले प्यारे गोपाल बजले प्यारे, बजले राधे नाम तेरे काम आएगा. गोविंदा गोपाला श्री श्यामा राधे, राधे जी के नाम से ही कृष्ण दौड़े आए हैं. जिसने बुलाया राधे कृष्ण को वो पाए हैं. गोविंद बजले प्यारे गोपाल बजले प्यारे, बजले राधे नाम तेरे काम आएगा. जपे जाओ राधे राधे
बज मन गोविंदा, ब्रज भाव प्यारी राधे नगर नंदा। गोविंद भजले प्यारे, गोपाल भजले प्यारे, भजले राधे नाम तेरे काम आएगा। राधे कृष्ण नाम जग में प्रेम के प्रतीक है, दुनिया में सबसे गहरी इनकी ही प्रीत है। गोविंद भजले प्यारे, गोपाल भजले प्यारे, भजले राधे नाम तेरे काम आएगा। गोविंदा गोपाला श्री श्यामा राधे, गोविंदा गोपाला श्री श्यामा राधे।